നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് പൈത്തണിലെ സെറ്റ്സിനെ കുറിച്ചാണ്. അത് പൈത്തണിലെ മൂന്നാമത്തെ കോമ്പൗണ്ട് ഡാറ്റ ടൈപ്പാണ്. അത് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് നമുക്ക് ആദ്യം നോക്കാം. ഇത് ലിസ്റ്റും ട്യൂപ്പിളും തമ്മിലുള്ള സിൻടാക്സ് വൈസുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് കേർലി ബ്രാക്കറ്റാണ്. മറ്റേപോലെ സ്ക്വയർ ബ്രാക്കറ്റോ അല്ലെങ്കിൽ റൗണ്ട് ബ്രാക്കറ്റോ അല്ല, കേർലി ബ്രാക്കറ്റിലാണ് നമ്മളിത് ഡിഫൈൻ ചെയ്യുന്നത്. അത് മാത്രമല്ല ഇതിൻ്റെ ബാക്കി വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് അൺഓർഡേഡ് ആണ്. അതായത് നമ്മൾ ലിസ്റ്റിലും ട്യൂപ്പിൾസിലൊക്കെ ആക്സ് ചെയ്ത പോലെ ഒരു ഇൻഡെക്സ് വെച്ചിട്ടുള്ള ആക്സസ് സെറ്റ്സിനില്ല. പിന്നെ അത് മാത്രമല്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ആക്സസ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സെറ്റ് 1 ഓഫ് 0 ഇങ്ങനെ നമുക്ക് ഇതിന് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതല്ല. അത് എററായിരിക്കും അടിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ ആക്സസ് ചെയ്യണമെങ്കിൽ ഒരു ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ടാണ് ആക്സസ് ചെയ്യുന്നത്. ലൂപ്പിംഗ് എന്താണെന്ന് നമ്മൾ ഇനി വരുന്ന വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പോൾ നമ്മളതിൻ്റെ ബേസിക് എക്സാമ്പിൾ എങ്ങനെയാണ് ഒരു ലൂപ്പിൽ ഇത് ഡാറ്റ പ്രിൻ്റ് ചെയ്യുന്നത് എന്നുള്ളത് ആണ് കാണിക്കാൻ പോകുന്നത്. ഇതിപ്പോൾ ഒന്ന് റൺ ചെയ്ത് നോക്കാം എന്താണ് റിസൾട്ട് വരുന്നതെന്ന്. ഇതിപ്പോൾ ഓരോ എലിമെൻറ്റും 1 by 1 ആയിട്ട് റൺ ചെയ്തിരിക്കുന്നതാണ്. ഇതിൻ്റെ ഒരു ബേസിക് സിൻടാക്സ് ചെയ്യുമ്പോൾ പറയാം. സെറ്റ് 1 ഇതിൻ്റെ മീനിങ് എങ്ങനെയാണ്, ഇതിലെ ഒരു എലമെൻറ്റ് അറ്റ് എ ടൈം ഒരേ എലമെൻ്റാണ് നമ്മൾ എടുക്കുന്നത്. ആ ഒരു എലമെൻറ്റ് ആണ് ഈ എക്സ് എന്ന് പറയുന്നത്. ആ അറ്റ് എ ടൈം ഓരോ എലമെൻറ്റിനെയും നമ്മൾ ആക്സസ് ചെയ്യുന്നു. ആക്സസ് ചെയ്ത എലമെൻറ്റിനെ പ്രിൻ്റ് ചെയ്തിരിക്കുന്നതാണ് കാണുന്നത്. ഇതാണ് ബേസിക്കലി ലൂപ്പിംഗ്. നമ്മൾ ലൂപ്പിങ്ങിൻ്റെ ലൂപ്പിങ്ങിന് മാത്രമായിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. ഇനി സെറ്റിലേക്ക് നമുക്കൊരു പുതിയ എലമെൻ്റ് എങ്ങനെ ആഡ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ ആഡ് എന്ന് പറയുന്ന ഒരു മെത്തേഡാണുള്ളത്. ആ ആഡ് മെത്തേഡിലേക്ക് നമുക്ക് വേണ്ട വേരിയബിൾ ഡാറ്റ പാസ് ചെയ്ത് കൊടുത്താൽ അതിലേക്ക് ആഡ് ആവുന്നതാണ്. നമുക്കത് പ്രിൻ്റ് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ആദ്യത്തെ പ്രിൻ്റ് കമൻറ്റ് ചെയ്യാണ്. ഇത് പ്രിൻ്റ് എക്സ് അല്ല, സെറ്റ് 1 ആണ് പ്രിൻ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമുക്ക് കാണാം ഡി എന്ന് പറയുന്നത് ആഡ് ആയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഡി വന്നിരിക്കുന്നത് ഇപ്പോൾ രണ്ടാമതാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ സെറ്റ്സ് അൺഓർഡേഡ് ആണ്. സെറ്റ് ഓരോ തവണ നമ്മൾ ആക്സസ് ചെയ്യുമ്പോൾ അങ്ങനെ പർട്ടിക്കുലർ ഓർഡർ ഒന്നുമില്ല. ഇപ്പോൾ നമ്മൾ രണ്ടാമത് പ്രിൻ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന ഓർഡർ എന്ന് പറയുന്നത് വേറെയാണ്. അത് ഓരോ തവണയും നമ്മൾ ആക്സസ് ചെയ്യുമ്പോൾ ഓർഡർ മാറിക്കൊണ്ടിരിക്കും. അതാണ് സെറ്റ്സ് അൺഓർഡേഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ 2 തവണ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് സെയിം ആയിട്ട് വന്നു. പക്ഷേ അത് നമ്മൾ രണ്ടാമത് അല്ലെങ്കിൽ മാറ്റി ചെയ്യുമ്പോൾ എപ്പോഴും അങ്ങനെ വരണമെന്ന് നിർബന്ധമില്ല. നമ്മൾ ഓരോ തവണയും ആക്സസ് ചെയ്യുമ്പോൾ ഈ ഓർഡർ പൈത്തൺ അനുസരിച്ചിട്ട് മാറുന്നതാണ് പല രീതിയിൽ.
പിന്നെ നമ്മളിപ്പോൾ ഒരു സിംഗിൾ എലമെൻ്റ് ആണ് ആഡ് ചെയ്തത്. നമുക്കിനി മൾട്ടിപ്പിൾ എലമെൻ്റ് എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്ഡേറ്റ് എന്ന് പറയുന്ന മെത്തേഡാണ്. അപ്ഡേറ്റ് മെത്തേഡിൽ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിലാണ് ആഡ് ചെയ്യുന്നത്. അതിൽ നമുക്ക് ഓരോ എലമെൻസും ഇങ്ങനെ കൊടുക്കാവുന്നതാണ്. ഇത് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ കാണുന്ന എലമെൻറ്റ്സ് എല്ലാം ആഡ് ആയിട്ടുണ്ട്. പക്ഷേ ഓർഡർ പറഞ്ഞ പോലെ വ്യത്യാസമായിട്ട് വന്നേക്കുന്നത് അത് സെറ്റ്സിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു എലമെൻറ്റ് റിമൂവ് ചെയ്യാനായിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് എ എന്ന് പറയുന്ന എലമെൻറ്റ് ഇപ്പോൾ റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് എന്ന് പറയുന്ന ഫങ്ഷൻ ഉണ്ട്. അതിലേക്ക് എ പാസ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് റിമൂവ് ചെയ്യേണ്ട ഐറ്റം പാസ് ചെയ്ത് കഴിഞ്ഞാൽ എലമെൻറ്റ് റിമൂവ് ആവുന്നതാണ്. ഇവിടെ എ റിമൂവ് ആയിട്ടുണ്ട്. ഇനി റിമൂവ് മെത്തേഡിന് ഒരു പ്രോബ്ലം ഉണ്ട്. അതായത് നമ്മളിപ്പോൾ റിമൂവ് ചെയ്യാൻ കൊടുക്കുന്ന ഒരു ഡാറ്റ ആ സെറ്റിൽ ഇപ്പോൾ ഇല്ലാത്തതാണെങ്കിൽ അതൊരു എറർ അടിക്കും. നമുക്കിതിപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. ഇതിപ്പോൾ എറർ അടിച്ചിരിക്കുന്നതാണ്. ഈ എ ഡി എന്ന് പറയുന്ന എലമെൻറ്റ് സെറ്റിൽ ഇല്ലാത്തതുകൊണ്ടാണ് ആ എറർ വന്നിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള കേസിൽ നമുക്ക് മറ്റൊരു മെത്തേഡുണ്ട്. ഡാറ്റ ഇല്ലെങ്കിലും എറർ അടിക്കാതിരിക്കാനുള്ള ഒരു മെത്തേഡുണ്ട് പൈത്തണിൽ. അത് എങ്ങനെയാണെന്ന് നോക്കാം. അതിൻ്റെ പേരാണ് ഡിസ്കാർഡ്. ഈ ഡിസ്കാർഡ് എന്ന് പറയുന്ന ഫങ്ഷൻ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഡാറ്റ ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ വന്നാൽ പോലും അത് എറർ അടിക്കുന്നില്ല. നമുക്കത് റൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ നേരത്തെ കൊടുത്ത പോലെയല്ല, ഇപ്പോൾ എറർ ഒന്നും അടിച്ചില്ല, ഡാറ്റ റിമൂവ് ആയില്ല. പക്ഷേ ഇത് ഡിസ്കാർഡ് ആയിപ്പോയി. ഏതാ എലമെൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ റിമൂവ് ചെയ്യുള്ളൂ. നമുക്കിപ്പോൾ എ കൊടുത്തതിനെ ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇപ്പോൾ എ കൊടുത്തപ്പോൾ എ എന്ന് പറയുന്ന എലമെൻറ്റ് സെറ്റിൽ ഉള്ളത് കൊണ്ട് അത് റിമൂവായി. ഇല്ലെങ്കിലും അത് എറർ അടിക്കില്ല, അത് ആ ലൈൻ എക്സിക്യൂട്ട് ആവും സക്സസ്ഫുള്ളി. അതാണ് ഈ ഡിസ്കാർഡും ഇതിൻ്റെ തമ്മിലുള്ള വ്യത്യാസം. പിന്നെ നമുക്ക് രണ്ട് സെറ്റ് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പം ഞാനിവിടെ ഇതൊക്കെ ഒരു പുതിയ സെറ്റ് 2 ഡിഫൈൻ ചെയ്യാണ്. സെറ്റ് 2 ഞാൻ പുതിയത് പറഞ്ഞ് ഡിഫൈൻ ചെയ്യാണ്. നമ്മൾ ജോയിൻ ചെയ്യുന്ന പ്രോസസ്സിനെ യൂണിയൻ എന്നാണ് പറയുന്നത്. അതായത് രണ്ട് സെറ്റിലെ ഡാറ്റയും കൂടി നമ്മൾ ഒന്നാക്കും. അപ്പോൾ ഇതിൽ സംഭവിക്കുന്ന വേറെ കാര്യം എന്ന് വെച്ചാൽ ഡ്യൂപ്ലിക്കേറ്റ്സ് എലിമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ആവും. അത് ഒരു തവണയേ വരുള്ളൂ, രണ്ട് തവണ അത് കാണിക്കില്ല. അതാണ് സെറ്റ്സിൻ്റെ ഒരു പ്രോപ്പർട്ടി. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പുതിയൊരു സെറ്റിലേക്ക് സെറ്റ് 3യിലേക്ക് നമ്മൾ സെറ്റ് 1ഉം സെറ്റ് 2 യൂണിയൻ ചെയ്യുന്നു. അതെങ്ങനെയാണെന്ന് നോക്കാം. സെറ്റ് 1 ഡോട്ട് യൂണിയൻ എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അത് ഒന്നാക്കുന്നത്. സെറ്റ് 2 നമ്മൾ യൂണിയൻ ചെയ്യുന്നു. ഇനി സെറ്റ് 3 ഒന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. സെറ്റ് 3 പ്രിൻ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ സെറ്റ് 2ലുള്ള വാല്യൂസ് എല്ലാം വന്നു. പക്ഷേ നമ്മുടെ ഈ സി എന്ന് പറയുന്ന എലമെൻറ്റ് ഇത് ശരിക്കും ഈ സെറ്റ് 1ലും സെറ്റ് 2ലും അവൈലബിൾ ആണ്. പക്ഷേ ഈ യൂണിയൻ ഓപ്പറേഷൻ യൂസ് ചെയ്തപ്പോൾ അത് ഒരു തവണ വന്നിട്ടുള്ളൂ, രണ്ട് തവണ വന്നിട്ടില്ല. അതാണ് ഇതിൻ്റെ വ്യത്യാസം. പിന്നെ നമുക്ക് യൂണിയൻ വേറൊരു സിൻടാക്സും നമുക്ക് ഉണ്ട് യൂണിയൻ ചെയ്യാൻ തന്നെ. അത് പൈപ്പ് സിമ്പിൾ എന്ന് പറയും. ആ പൈപ്പ് സിമ്പിൾ യൂസ് ചെയ്താലും നമുക്ക് യൂണിയൻ ഓപ്പറേഷൻ ചെയ്യാവുന്നതാണ്. നമുക്കതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സെയിം ഓപ്പറേഷനാണ് നടന്നിരിക്കുന്നത്. ഇപ്പോൾ ഓർഡർ മാറി. അത് സെറ്റ്സിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സി വന്നിരിക്കുന്നത് സെക്കൻഡ് ലാസ്റ്റ് ആയിട്ടാണ്.
പക്ഷേ ഈ യൂണിയൻ എഴുതിയാലും ഈ പൈപ്പ് സിമ്പിൾ ഇട്ടാലും അത് സെയിം ഓപ്പറേഷൻ തന്നെയാണ് നടക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ യൂണിയൻ പോലെ നമുക്ക് അടുത്ത ഒരു ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഇൻ്റർസെക്ഷനാണ്. ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് സെറ്റിലും ഉള്ള കോമൺ ആയിട്ടുള്ള എലമെൻ്റ് ആയിരിക്കും വരുന്നത്. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ സെറ്റ് 4 നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. അതിലേക്ക് സെറ്റ് 1 ഡോട്ട് ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്ന മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ സെറ്റ് 2 കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇനി അതൊന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ എന്താണ് റിസൾട്ട് വരുന്നത് നമുക്ക് നോക്കാവുന്നതാണ്. ഇപ്പോൾ സി മാത്രമേ വന്നുള്ളൂ. കാരണം സി എന്ന് പറയുന്ന എലമെൻറ്റ് മാത്രമേ സെറ്റ് 1ലും സെറ്റ് 2ലും കോമൺ ആയിട്ടുള്ളൂ. അങ്ങനെയാണ് ഇൻ്റർസെക്ഷൻ വർക്ക് ചെയ്യുന്നത്. ഈ ഇൻ്റർസെക്ഷനും നമുക്ക് ഒരു ആൾട്ടർനേറ്റീവ് സിൻടാക്സ് ഉണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഇൻ്റർസെക്ഷൻ മെത്തേഡ് യൂസ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് അതിനുള്ള ആൾട്ടർനേറ്റീവ് സിൻടാക്സ് ആണ് ഈ ആംപർസാൻഡ് സിമ്പിളാണത്. ആംപർസാൻഡ് സിമ്പിൾ യൂസ് ചെയ്താലും നമ്മൾ നേരത്തെ യൂണിയനിൽ പൈപ്പ് സിമ്പിൾ യൂസ് ചെയ്താലും ഈ ആംപർസാൻഡ് സിമ്പിൾ യൂസ് ചെയ്താലും ഇൻ്റർസെക്ഷൻ വർക്കാവുന്നതാണ്. ഇത് ഒന്ന് റൺ ചെയ്ത് നോക്കാം. നമുക്ക് സെയിം റിസൾട്ട് തന്നെ കിട്ടി. സി തന്നെ കിട്ടി. സി ആണ് രണ്ടിലും കോമൺ ആയിട്ടുള്ളത്. ഇത്രയോടെ നമ്മൾ സെറ്റ്സിൽ ബൈ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് മെത്തേഡ്സ്, ഇനിയും പല മെത്തേഡ്സും ഉണ്ട്. നമ്മളിപ്പോൾ എല്ലാം ഇങ്ങനെ ബൈഹാർട്ട് പഠിക്കേണ്ട കാര്യമില്ല. നമ്മുടെ പ്രോഗ്രാമിംഗ് റിക്വയർമെൻറ്റ്സ് വരുന്നതനുസരിച്ച് നമ്മൾ ഓരോ മെത്തേഡ്സ് റെഫർ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് സെറ്റ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് ഒരു കോമ്പൗണ്ട് ഡാറ്റ ടൈപ്പും കൂടി ഉണ്ട്. നമ്മൾ അടുത്ത വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും.